മാള കുണ്ടായിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം മാള അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന് ലഭിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA-യുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പുരസ്കാരം. വാൽപ്പാറയിൽ കരടി ആക്രമണം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വ്യാഴാഴ്ച ജനവാസ കേന്ദ്രത്തിലെ 2ഇടത്താണ് കരടി എത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള കുണ്ടായിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കുണ്ടായി ആശുപത്രി ജംഗ്ഷനിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഷ്ടമിച്ചിറ ഭാഗത്തു നിന്നും വരികയായിരുന്ന ഥാർ ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന് സമീപം നിൽക്കുകയായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരനെയും യൂണിയൻ തൊഴിലാളിയെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റു 3 പേരെ കുണ്ടായി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം മാള. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം മാള അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന് ലഭിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA-യുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പുരസ്കാരം. കൃഷി, പരിസര ശുചീകരണം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നീ മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ നടപ്പാക്കിയിട്ടുള്ളത്. ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായി തുണിസഞ്ചി വിതരണം, പേപ്പർ പേന നിർമ്മാണവും വിതരണവും, പ്ലാസ്റ്റിക് സഞ്ചികൾ പുനരുപയോഗിച്ച് കൃഷി പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികളിലെ ചീരകൃഷി, പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് പച്ചക്കറി ചെടികൾക്ക് സംരക്ഷണ വേലി, ഈ കുപ്പികളിൽ വെള്ളം നിറച്ച് ട്രിപ്പ് ഫാമിംഗ് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. 800ഓളം പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കുകയും കലാം വേൾഡ് റെക്കോർഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് ഉപയോഗപ്രദമായ വസ്തുക്കൾ നിർമ്മിക്കുകയും പ്രദർശന മത്സരം ഏർപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ സ്കൂളിലെ പ്രവൃത്തി പരിചയ പീരീഡുകളിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള പൂക്കൾ നിർമ്മിക്കുകയും ഹരിതകർമ്മസേന അംഗങ്ങളുമായി അഭിമുഖവും അവരെ ആദരിക്കുകയും ചെയ്തു. സ്കൂളിൽ മാലിന്യ നിക്ഷേപ കൂടുകൾ സ്ഥാപിച്ചു. മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയും വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ മധുരവനം, നക്ഷത്രവനം, വാഴത്തോട്ടം എന്നിവ പരിപാലിക്കുകയും ചെയ്യുന്നു. വൃക്ഷത്തൈ വിതരണം. നാട്ടുമാവിന്റെ സംരക്ഷണാർത്ഥം 100ഓളം മാവിൻ തൈകൾ സ്കൂൾ പരിസരത്ത് വിതരണം ചെയ്തു. കൃഷിയും സമൂഹവും എന്ന പരിപാടിയുടെ ഭാഗമായി വിവിധ കർഷകരെ ആദരിച്ചു. കൃഷി, ആരോഗ്യം, ശുചിത്വം, ആഹാരശീലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. പ്രിസിഷൻ ഫാമിംഗ്, കൂട് കൃഷി എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള പച്ചക്കറി കൃഷികളും ജൈവവളം, ജൈവ കീടനാശിനി എന്നിവയുടെ നിർമ്മാണവും നടത്തി. കുട്ടികളിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുട്ടിക്കർഷകൻ അവാർഡ് ഏർപ്പെടുത്തി. അധ്യാപകർ കുട്ടികളുടെ വീടുകളിലെത്തി മികച്ച കർഷകരെ കണ്ടെത്തുന്നു. ഇത്തരത്തിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മാള പഞ്ചായത്തിന്റെ കർഷക അവാർഡ്, ഹരിത വിദ്യാലയ പുരസ്കാരവും തുടർച്ചയായ 3 വർഷങ്ങളിൽ മാതൃഭൂമി CD ക്ലബിന്റെ ഹരിത വിദ്യാലയ പുരസ്കാരവും അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള കടകളിൽ, സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്ത് അത് അവബോധം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടികൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കി പകരം സ്റ്റീൽ ബോട്ടിലുകൾ ഉപയോഗിക്കാനുള്ള ആശയം കൂടി നമ്മുടെ സ്കൂളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ അനാവശ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൃഷിക്ക് എങ്ങനെ അനുയോജ്യമായി പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചുകൊണ്ട് കുട്ടികളിൽ ചീരകൃഷികൾ നടത്തി കുട്ടികൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഗസ്റ്റ് 15-ന് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ദേശീയ പതാകയുടെ നിറം കലർത്തിക്കൊണ്ട് 8x5 അടി വീതിയിൽ അളവിൽ നമ്മളൊരു ദേശീയ പതാകയുടെ മാതൃക നിർമ്മിച്ച് നമുക്ക് കലാം വേൾഡ് റെക്കോർഡ് നേടുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയും നമ്മുടെ സ്കൂളിന്
സ്റ്റേറ്റ് തലത്തിൽ മികച്ച ഹരിത വിദ്യാലയം എന്നുള്ള ഒരു അവാർഡ് കേരളത്തിൽ നേടിയെടുക്കുവാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA നേതൃത്വത്തിൽ നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് സംസ്ഥാന മലിനീകരണ ബോർഡിന്റെ പുരസ്കാരം സ്കൂളിന് ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 27-ന് അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും. മീഡിയ ടൈം, മാള. വാൽപ്പാറയിൽ കരടി ആക്രമണം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വ്യാഴാഴ്ച 2 കരടി ജനവാസ കേന്ദ്രത്തിലെത്തിയത്. വാൽപ്പാറ താഴെപ്പറളി ഇൻഡസ്ട്രിയൽ റോഡിന് സമീപമാണ് കരടി എത്തിയത്. തേയിലത്തോട്ടത്തിൽ ജോലി നോക്കുന്നവർക്ക് നേരെ കരടി പാഞ്ഞടുക്കുകയായിരുന്നു. കുടകൊണ്ട് പ്രതിരോധിച്ച ജീവനക്കാരൻ ഭാഗ്യം കൊണ്ടാണ് കരടിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇതിന് കുറച്ചകലെ ഈയൽപ്പാടിയിൽ ഡാനിയലിന്റെ വീടിന് മുന്നിൽ കരടി എത്തി. വീട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് കരടി ഓടി മറയുകയായിരുന്നു. 1 മാസം മുമ്പാണ് വാൽപ്പാറയിൽ 6 വയസ്സുകാരനെ കരടി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വാൽപ്പാറയിൽ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ കരടി ആക്രമണ ഭീഷണിയിലാണ്. തോട്ടം തൊഴിലാളികളാണ് കൂടുതലായും കരടിയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. സ്വതന്ത്രമായി വിഹരിക്കുന്ന മൃഗങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ കഴിയുന്നത് അടുത്തു കാണാനും ആസ്വദിക്കാനും കഴിയുന്ന പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ജനങ്ങൾക്കായി തുറക്കുന്നു. ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. 336 ഏക്കറിലെ വിശാലമായ പാർക്കിൽ നിരവധി വൈവിധ്യങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ മൃഗശാലയിൽ നിന്നും മൃഗങ്ങളെയും പക്ഷികളെയും സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. കേരളത്തിന് പുറത്തു നിന്നുള്ള മൃഗശാലകളിൽ നിന്നും വെള്ളക്കടുവകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ പാർക്കിൽ എത്തിക്കും. കൂടാതെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഹോളോഗ്രാം സൂ കൂടി പാർക്കിൽ ഒരുങ്ങുകയാണ്. പാർക്കിന്റെ ഉദ്ഘാടനം വിവിധങ്ങളായ പരിപാടികളോട് കൂടിയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി വിപുലമായ സംഘാടക സമിതി യോഗം നാളെ വൈകിട്ട് 4:30-ന് പാർക്കിൽ ചേരും. 23 ആവാസ ഇടങ്ങളാണ് പാർക്കിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ആഫ്രിക്കൻ സുളു ലാൻഡ് സോൺ, കൻഹ സോൺ, സൈലന്റ് വാലി സോൺ, ഇരവിപുരം സോൺ തുടങ്ങി ഓരോ ഇനങ്ങൾക്കും അനുയോജ്യമായ വിധം ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയാണ് 370 കോടി രൂപ ചിലവഴിച്ച് മൃഗശാല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 11:30-ഓടെ ചന്ദ്രാപിന്നി തെക്കേ ബസ് സ്റ്റോപ്പിലായിരുന്നു അപകടം. എറണാകുളം സ്വദേശിയാണ് കാറിൽ ഉണ്ടായിരുന്നത്. മലപ്പുറത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. സംഭവ സമയം ബസ് സ്റ്റോപ്പിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും. പാലിയേക്കര ടോൾ തടഞ്ഞ ഉത്തരവ് ഹൈക്കോടതി വീണ്ടും നീട്ടി. ടോൾ പുനഃസ്ഥാപിക്കുന്നത് ഈ മാസം 30-ന് പരിഗണിക്കാമെന്ന് കോടതി. സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കിയ ശേഷം ടോൾ ആലോചിക്കാമെന്ന് കോടതി അറിയിച്ചു. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നതുപോലെ പലയിടത്തും സാധ്യത ഉണ്ടെന്നാണ് കലക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് ഹർജി പരിഗണിച്ച കോടതി ടോൾ പിരിവ് തൽക്കാലം പുനരാരംഭിക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ വിധി. സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടില്ല. മുരിങ്ങൂരും ആമ്പല്ലൂരും ഇന്നലെയും ഗതാഗതക്കുരുക്കുണ്ടായെന്നും ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. മാള ഗ്രാമപഞ്ചായത്തിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി മാളക്കുളം പരിസരം ശുചീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോട് സേവനവാരത്തിനോടനുബന്ധിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ ശുചിത്വവാരമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ പരിസരങ്ങളും നമ്മളുടെ വീടും എല്ലാനും വൃത്തിയുടെ നടുവിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നേറുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ഈ മാളക്കുളം തിരഞ്ഞെടുത്തത്. ഇവിടെ നമ്മൾ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവരും ഇവിടെ വൃത്തിയുടെ ഭാഗത്തായി ഇവിടെ ക്ലീൻ ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു.
സാബു പോൾ, PM ആതിര, സെക്രട്ടറി GR ശാന്തി, വ്യാപാരി വ്യവസായി വനിതാ വിംഗ് സെക്രട്ടറി സിനി ജോഷി, MS ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത കർമ്മസേന പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മാള കാർമൽ കോളേജ് NSS വിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 4-ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. വികസന സദസ്സിന്റെ സംഘാടക സമിതി യോഗം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലമായി സംസ്ഥാനത്തുടനീളവും ഈ 4.25 വർഷമായി നമ്മുടെ അന്നമനട ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യക്ഷേമ രംഗത്ത്, ആരോഗ്യ മേഖലയിൽ, വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ, സ്ത്രീ ശാക്തീകരണ രംഗത്ത്, അതോടൊപ്പം തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട ബാലസഭാ പ്രവർത്തനങ്ങളിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ, അതിദരിദ്രരില്ലാത്ത കേരളം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, തൊഴിലുറപ്പ് മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയും നടപ്പാക്കിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് അഭിപ്രായ രൂപീകരണം നടത്തുകയും ഇനിയുള്ള തുടർന്നുള്ള അടുത്ത ഒരു ഭരണസമിതിയുടെ കാലത്ത് നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തുടനീളം നമ്മൾ ഇത്തരത്തിൽ ഈ മാസം 20-ാം തീയതി മുതൽ ഒക്ടോബർ 14-ാം തീയതി വരെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്തും, ജില്ലാ പഞ്ചായത്തിലും, മുനിസിപ്പാലിറ്റികളിലും, കോർപ്പറേഷനുകളിലും ഇത്തരത്തിലുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ CK പോൾ, TK സതീശൻ, മഞ്ജു സതീശൻ, KA ബൈജു, അഡ്വക്കേറ്റ് W ജയരാമൻ, അഡ്വക്കേറ്റ് MK ഹക്ക്, മിനിത ബാബു എന്നിവർ സംസാരിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TB കുട്ടൻ, സെക്രട്ടറി TC ഗീത, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജലനിധി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 5-നാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. എറിയാട് സ്വദേശി കാര്യക്കാട്ട് വീട്ടിൽ 26 വയസ്സുള്ള ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO BK അരുൺ, SI KG സാലിം, GS CPO P ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചാലക്കുടി പോട്ട വ്യാസപുരം ഗുരുജി കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം സെപ്റ്റംബർ 28-ന് വൈകിട്ട് 5-ന് കൂടൽമാണിക്യം ദേവസ്വം കീഴേടം പോട്ട പാമ്പ ബോട്ട് ശിവക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേളാചാര്യൻ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും. മേളപ്രമാണിമാരായ ചേരാനല്ലൂർ ശങ്കരൻ കുട്ടന്മാരാർ, പെരുവനം സതീശൻ മാരാർ എന്നിവർ വിശിഷ്ടാതിഥികളാകും. 4-ാം ക്ലാസ്സുകാരൻ മുതൽ 65കാരൻ വരെ അരങ്ങേറ്റ മേളത്തിനുണ്ട്. അരങ്ങേറ്റ മേളത്തിന് കുറുംകുഴൽ, കൊമ്പ്, വലംതലം, ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊമ്പത്ത് അനിൽകുമാർ, മച്ചാട് രാമചന്ദ്രൻ, പെരുവനം ഗോപാലകൃഷ്ണൻ, കുമ്മത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ 80ഓളം സഹമേളക്കാർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഗുരുജി കലാക്ഷേത്ര രക്ഷാധികാരി KR പീതാംബരൻ, പ്രസിഡന്റ് PG രാജീവ്, സെക്രട്ടറി ബിനു വ്യാസപുരം, ആഘോഷ സമിതി ജനറൽ കൺവീനർ ഗിരി ശങ്കർ, പാമ്പ ബോട്ട് ക്ഷേത്രം മേൽശാന്തി ശ്രീജിത്ത് എംബ്രാദ്രി, ഗുരുജി കലാക്ഷേത്ര എക്സിക്യൂട്ടീവ് മെമ്പർ മുരളി ഉപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പ്രവാസികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി നിലവിൽ പ്രവാസികളായുള്ളവർക്ക് മാത്രമാണ് പ്രയോജനം ലഭിക്കുക. ഈ പദ്ധതിയിൽ തിരിച്ചുവന്ന പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കേരള പ്രവാസി സംഘം അഴീക്കോട് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. മേനോൻ ബസാറിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഹക്ക് ഉദ്ഘാടനം ചെയ്തു.
വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് CA അമീർ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് PK സലീം, സെക്രട്ടറി PN വിനയചന്ദ്രൻ, CA നസീർ, KK ഉമ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള കുണ്ടായിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം മാള അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന് ലഭിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA-യുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പുരസ്കാരം. വാൽപ്പാറയിൽ കരടി ആക്രമണം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വ്യാഴാഴ്ച ജനവാസ കേന്ദ്രത്തിലെ 2ഇടത്താണ് കരടി എത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.